പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ വിജയ ദിവസത്തിന്റെ ഭാഗമായി ദ്രാസിലുണ്ട്. അവിടെ പുഷ്പം ചക്രം സമർപ്പിക്കുകയാണ് ധീര ജവാന്മാരുടെ സ്മരണയിൽ. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിവസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് പുഷ്പചക്രം സമർപ്പിച്ച് രാജ്യത്തിന്റെ അഭിമാനം, നന്ദി രേഖപ്പെടുത്തുന്നു. അവിടെ 25ാം വാർഷികമാണ് ഇന്ന് കാർഗിൽ യുദ്ധവിജയത്തിന്. കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ധീരജവാന്മാർക്ക് ആദരമർപ്പിക്കുകയാണ് രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പാണ് അവിടെ ദ്രാസിൽ എത്തിയത്. അവിടെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് പ്രധാനമന്ത്രി വീരമൃത്യു വരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സൈനികർക്ക് ആദരമർപ്പിക്കുന്നു. രാജ്യത്തിന് വേണ്ടി ചരിത്ര ജയത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് രാജ്യമെന്ന് കാർഗിലിന്റെ സ്മരണയിൽ രാജ്യം നിൽക്കുന്നു. ആ ദിവസത്തിലാണ് വീരജവാന്മാർക്കുള്ള ഈ ആദരം. യുദ്ധസ്മാരകത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ളത്. ഓരോ ബറ്റാലിയനിലെയും വീരമൃത്യു വരിച്ച ജവാന്മാരുടെ, സൈനികരുടെ പേരുകൾ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ എത്തി അവിടെ സന്ദർശനം നടത്തുന്നു. അത് വീക്ഷിക്കുകയാണ് അദ്ദേഹം. തൊട്ടു മുമ്പാണ് പുഷ്പചക്രം സമർപ്പിച്ച് രാജ്യത്തിൻ്റെ ആദരം നൽകിയത്. എന്നാലും ഇത് 25ാം വാർഷികമാണ് കാർഗിൽ വിജയത്തിൻ്റെ. ആ കാർഗിൽ യുദ്ധജയത്തിൻ്റെ സ്മരണ പുതുക്കുകയാണ് രാജ്യം. അതിൻ്റെ വിജയം, അത് നമ്മൾ നേടിയെടുത്ത, നമ്മൾ തിരികെ പിടിച്ച ആ ദിവസത്തിൻ്റെ ഓർമ്മയിലാണ്. 25 വർഷങ്ങൾ പിന്നിടുന്നു കാർഗിൽ യുദ്ധം ഇന്ത്യ വിജയിച്ച് തലയെടുപ്പോടുകൂടി നിന്നിട്ട്. പക്ഷേ അവിടെ നമുക്ക് നഷ്ടമായ ജവാന്മാർ, ആ ജവാന്മാരുടെ സ്മരണയും നമ്മൾ ഈ സമയം പുതുക്കുകയും ചെയ്യും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാർഗിൽ വിജയ് ദിവസ് എന്ന തലത്തിൽ അത് ആചരിക്കുന്നുണ്ട്. പലയിടങ്ങളിലും
കേരളത്തിൽ നമ്മൾ കണ്ടു. തൊട്ട് മുമ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തി ആദരമർപ്പിച്ചിരുന്നു. രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അങ്ങനെ പലയിടങ്ങളിലായി ഇത്തരം സ്മരണ പുതുക്കലുണ്ട്. 527 പേരാണ് അന്ന് രാജ്യത്തിന് നഷ്ടമായത്. 527 പേരെയാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടമായത്. 1000-ലേറെ പേർക്ക്, 1300-ലേറെ പേർക്ക് അന്ന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഒരാളെ നമുക്ക് കാണാതാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾക്കിടയിലും ആ യുദ്ധജയത്തിൻ്റെ സ്മരണയിലാണ് നമ്മളുള്ളത്. കാർഗിലിൽ നമ്മൾ വിജയം കുറിച്ച ദിവസമാണ് ജൂലൈ 26. ദിവസത്തിൻ്റെ 25ാമത്തെ വാർഷികത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1999 ജൂലൈ 26-നാണ് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം എത്തിയത്. ലഡാക്കിലെ കാർഗിൽ ജില്ലയിൽ അന്ന് ഭീകരർ നുഴഞ്ഞുകയറിയ ഇടത്തേക്ക് എത്തി. നമ്മൾ പാകിസ്ഥാൻ കൈയടക്കാൻ ശ്രമിച്ച മേഖല തിരിച്ചു പിടിച്ച് അവിടെ ഇന്ത്യൻ പതാക നാട്ടിയ ദിവസമാണ് ജൂലൈ 26. അന്നാണ് നമ്മൾ ഔദ്യോഗികമായി യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള പ്രഖ്യാപനവും പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കാർഗിലിനെ കൊണ്ടുവരികയും ചെയ്തത്. കാർഗിൽ യുദ്ധ സ്മാരകത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന സാഹചര്യത്തിൽ വലിയ സുരക്ഷയും അവിടെ തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ആ മേഖലയിലും സുരക്ഷ അത് ശക്തമാണ്. ഒരു പ്രകോപന സാധ്യത നിലനിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് ഇന്ന് രാവിലെയാണ് അദ്ദേഹം ദ്രാസിലേക്ക് എത്തിയത്. അവിടെ ഇപ്പോൾ യുദ്ധസ്മാരകത്തിൽ അദ്ദേഹം സൈനികർക്കായി അവിടെ പുഷ്പചക്രം സമർപ്പിക്കുന്നു. 25 വർഷങ്ങൾ പിന്നിടുന്നു രാജ്യം ആ ജയം സ്വന്തമാക്കിയിട്ട്. കാർഗിൽ യുദ്ധവിജയം രാജ്യത്തിനെന്നും അഭിമാനകരമായിട്ടുള്ള നേട്ടം സമ്മാനിച്ച ഒരു ദിനമായി തന്നെ അതിനെ കാണണം. പക്ഷേ നമുക്ക് നഷ്ടമായിട്ടുള്ള ജവാന്മാർ, നഷ്ടമായിട്ടുള്ള സൈനികർ, അവരുടെ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ആ യുദ്ധ വിജയത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് രാജ്യം ഒന്നാകെ ആ സ്മരണ പുതുക്കുകയും ചെയ്യുകയാണ്. भाई जी കാർഗിൽ
യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിനത്തിൽ ധീരജവാന്മാരെ സ്മരിക്കുകയാണ് രാജ്യം. അഭിമാനപൂർവ്വം ജവാന്മാർക്ക് ആദരമർപ്പിക്കുന്നു. ആ വിജയം നൽകിയതിന്റെ ദിവസത്തിൽ രാജ്യം ആ സ്മരണ പുതുക്കുകയാണ്. ഈ സമയത്ത് പ്രധാനമന്ത്രിയാണ് അവിടെ ദ്രാസിലെത്തി യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ച ധീരജവാന്മാരുടെ സ്മാരകത്തിൽ.